അടികാർന്നൊക്കെ ഇങ്ങനെ ഒരു ഗുളു 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 അങ്ങനെ നല്ല ബ്ലീച്ചൊക്കെ ചെയ്തിട്ട് ശരിക്കും എനിക്ക് അതൊക്കെ ഇങ്ങനെ ഉന്തി വരുമ്പോ എന്തോ സർജറിക്ക് സമയം എത്രയും എനിക്ക് 2 മണിയാവാറായി. നീണ്ട കാലത്ത് സ്വപ്നം പൂവണിയുമ്പോ കളർ ചെയ്താ ഹെയർ ഭയങ്കരമായിട്ട് വീണ്ടും ഫ്രിസ് ആവും. പിന്നെ നമ്മൾ ഓയിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് കളർ ഫെയ്ഡ് ആവും. എങ്ങനെയാണോ അമ്മേ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമല്ലേ? ആദ്യം തന്നെ എല്ലാവരോടും ഞാൻ ക്ഷമ ചോദിക്കുന്നു. കാരണം എനിക്കറിയാം 2 മാസം എന്തോ ആറായി തോന്നി ഞാൻ ഒരു വ്ളോഗ് ഇട്ടിട്ട്. അതിനാദ്യം തന്നെ സിൻസിയറായിട്ട് ഞാൻ ക്ഷമ ചോദിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എന്താ പറയുക, ഞാൻ കുറേ ആയിട്ട് ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് ചെയ്യണം എന്നുള്ളത്. അതിനിപ്പോഴാണ് ഒരു അവസരം വന്നത്. എനിക്ക് ഇഷ്ടമാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് ഇഷ്ടമാണ്, ഇഷ്ടമല്ലെന്ന് ചോദിച്ചാൽ ഇഷ്ടമല്ല. ചിലപ്പോൾ എന്നോടൊരു 3 തവണ വേണോ എന്ന് ചോദിച്ചാൽ ഞാൻ ചിലപ്പോൾ വേണ്ടാന്ന് പറയും. എന്നാലും ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് ഹെയർ കളറിങ്. പക്ഷേ ഹെയർ കളർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കേണ്ട ഞാൻ ഭയങ്കര തലയിൽ പേർപ്പിളും റെഡും മഞ്ഞയും അടിക്കാൻ പോകുന്നത് അങ്ങനെയൊന്നുമില്ല. ചെറുതായിട്ട് എൻ്റെ ഒരു സന്തോഷത്തിന് ചെറുതായിട്ട് എന്തെങ്കിലും ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ മുടിയുടെ ഇപ്പോൾ ഭയങ്കര മോശം അവസ്ഥയാണ്. എൻ്റെ അടിഭാഗമൊക്കെ ഒരുമാതിരി ചൂല് പോലെ ആയിട്ടുണ്ട്. അതിൻ്റെ റീസൺ എറണാകുളത്തെ വളരെ ശുദ്ധമായ വെള്ളമാണ്. നമ്മുടെ അവിടെയൊക്കെ കിണർ വെള്ളമാണല്ലോ. ഇവിടെ പക്ഷേ ഈ ബോർവെല്ലല്ല, കോർപ്പറേഷൻ, പിന്നെ ഇങ്ങനത്തെ ഈ ക്ലോറിൻ അടങ്ങിയിട്ടുള്ള വെള്ളമായതുകൊണ്ട് മുടിയുടെ അവസ്ഥ വളരെ പരിതാപകരമാണ്. ഇങ്ങനെ കറ പറന്നതായിരിക്കാണ്, ഡ്രൈ ആയിട്ട്. എന്ത് എണ്ണ വെച്ചിട്ടൊരു കാര്യമില്ല. എൻ്റെ സ്കാൾപ്പൊക്കെ ഡ്രൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രീം ഡ്രൈ ആയിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് ഈ അടി ഇങ്ങനെ സൂന്നായതൊന്ന് വെട്ടണം. ഓക്കെ, അപ്പം എന്തായാലും ഞാൻ പോയിട്ട് നോക്കിയിട്ട് വരാം. അനുഗ്രഹിക്കണം കേട്ടോ. ഇത് നമ്മുടെ എൻ്റെ കല്യാണമൊക്കെ ചെയ്ത റെഡ് ഡോട്ട് ഇവൻറ്റ്സ് ഇല്ലേ, റിസപ്ഷനൊക്കെ ചെയ്ത അവർ ഗിഫ്റ്റ് ചെയ്താട്ടോ. നല്ല ഭംഗിയില്ലേ? മൂപ്പരെ കണ്ടപ്പോൾ ഞാനൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്താണ്. ഓക്കെ, അപ്പം എന്നാൽ പോയിട്ട് വരാം. ഓക്കെ. എന്താ അറിയില്ല, ഭയങ്കര ടെൻഷൻ. എന്താ പരീക്ഷ എഴുതാൻ പോണോ അല്ലേ? അടികാർന്നൊക്കെ ഇങ്ങനെ ഒരു ഗുളു 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 അങ്ങനെ മുടി വെട്ടാൻ തന്നെയല്ലേ ഞാൻ പോണം. ഭയങ്കര ടെൻഷൻ. അങ്ങനെ ഞാൻ വേർവ് സലൂണിലെത്തി. എനിക്ക് ആദ്യം എവിടെ പോയാലും ഉണ്ടാവുന്ന ആ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഇവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ പെട്ടെന്നൊരു പുതിയ സ്ഥലത്ത് കയറി ചെന്നിട്ടായിരുന്നു എനിക്ക് ഹലോ ഗൈസ് എന്ന് പറഞ്ഞിട്ട് എനിക്കങ്ങനെ അങ്ങനെ അറിയില്ല. അപ്പോൾ ഞാനിങ്ങനെ നൈസായിട്ട് മിണ്ടാതെ വോയിസ് ഓവർ കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കുമായിരുന്നു. പിന്നെ എനിക്ക് പെട്ടെന്ന് ഡബിൾ മൈൻഡായി, ചെയ്യണ്ടേ, വെറുതെ ഹെയർ കട്ട് മാത്രം ചെയ്താൽ മതി, കളർ ചെയ്യണോ, എനിക്ക് ചേരുമോ, അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് എൻ്റെ ഉള്ളിൽ വരാൻ തുടങ്ങി. പിന്നെ ഏതായാലും വന്നല്ലേ, ഇനിയിപ്പോൾ എന്തായാലും ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഞാൻ ആക്ച്വലി ഒരു 4th സ്റ്റാൻഡേർഡ് 5th സ്റ്റാൻഡേർഡ് വളർത്താൻ തുടങ്ങിയതാണ്. പക്ഷെ ഞാനങ്ങനെ ഭീകര കെയർ കൊടുത്തിട്ടൊന്നുമല്ല. കാരണം ഈ ഡാൻസറും കൂടി ആയതുകൊണ്ട് തലയിൽ ഈ ഹാർഡ് ജെല്ല് സ്പ്രേ അത് ഇതൊക്കെ ചെറുപ്പം തൊട്ടേ ചെയ്തു വരുന്നതാണ്. അപ്പൊ എന്തോ മുടിയുടെ ഒരു ഭാഗ്യം കൊണ്ടായിരിക്കും അത് ജീവനോട് നിൽക്കുന്നത്. പക്ഷെ ഇപ്പൊ ആക്ച്വലി എന്റെ ഹെയർ ഹാഫ് ആയതാ തിക്നെസ്. ചെന്നൈയിൽ ഒരു 1 year നിന്നു. അപ്പൊ തന്നെ എന്റെ ഹെയറിന്റെ ടെക്സ്ചറും ഭയങ്കര ഹെയർ ഫോളും ഒക്കെ തുടങ്ങി. കളർ തന്നെ ഒരു ചെമ്പൻ രീതിയിലാവാൻ തുടങ്ങി. പിന്നെ കൊച്ചിയിൽ വന്നിട്ട് ഹെയർ കട്ട് എനിക്ക് വല്ലാണ്ട് ലെങ്ത് പറയരുത്, വല്ലാണ്ട് കട്ടി പറയരുത്, എന്നാ ചെറിയൊരു ലെയർ പോലെ, ലോങ് ലെയർ പോലെ. ഞാൻ ഇങ്ങനെ ഇതിന് മുന്നേ ഫ്രണ്ട് ഷോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് ലാസ്റ്റ് ഞാൻ മറ്റേ ഷിപ്സ് പട്ടിനെ പോലെയാണ് എപ്പോഴും. കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒബ്വിയസ് ആയിരുന്നു. പിന്നെ ബ്ലീച്ച് ഒന്നും വേണ്ട. എന്റെ ഒരു സമാധാനത്തിന് അമ്മ പറഞ്ഞു, എന്റെ സമാധാനത്തിന് മാത്രം വലിയ നമുക്ക് കളറിൽ ഒരുപാട് ടെക്നിക്സ് വരുന്നുണ്ട്. ഹൈലൈറ്റിംഗ് ടെക്നിക്ക് വരുന്നുണ്ട്, ബലയാസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരുന്നുണ്ട്, ഗ്ലോബൽ കളർ വരുന്നുണ്ട്. പിന്നെ അതെന്തായാലും ബ്ലീച്ച് വേണ്ടാത്തതുകൊണ്ട് അങ്ങനത്തെ ഞാൻ പോകുന്നില്ല. അപ്പൊ ബലയാസ് എന്ന് പറയുമ്പോൾ ഒരു ഓവറോൾ ഒരു ട്രാൻസ്ഫോർമേഷൻ ആയിരിക്കും. മൊത്തത്തിൽ ഹെയർ കളർ മാറും. ഫുള്ളായിട്ട് വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ ടെക്നിക്ക് വൈസ് നമുക്ക് ഫുള്ള് ചെയ്യാതെയും ചെയ്യാം. ഒരു ഹൈലൈറ്റിംഗ് ടെക്നിക്കിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും.
മതി. highlights ആയിട്ട് മതി. ഞാൻ കുറച്ച് ഫോട്ടോസ് ഇൻസ്റ്റാഗ്രാമിലുണ്ട്, ഞാൻ സ്ക്രീൻഷോട്ട് ചെയ്താൽ അത് ഞാൻ വേണമെങ്കിൽ ഓക്കെ, ഞാൻ ചെക്ക് ചെയ്തു. ഷുവർ. എത്ര എനിക്ക് ലെങ്ത് കുറയ്ക്കാനുള്ള ഒരു ഫ്രീഡം ഉണ്ട്? ലെങ്ത് 2 inches, 2 to 3 inches. ഇതെന്തായാലും കുറച്ച് ഡാമേജ് ആയിട്ട് ഇരിക്കുകയാണ്. അപ്പൊ നമ്മൾ എന്താ ആക്ച്വലി ചെയ്യുന്നത്? നമ്മള് നല്ല ബ്ലീച്ച് ഒക്കെ ചെയ്തിട്ട് പച്ചക്കളർ എന്താ പിന്നെ ഇവിടുന്ന് ഈ ബാഗ് എടുത്ത് നേരെ വീട്ടിൽ കയറാണ്ട് വേറെ എവിടെയെങ്കിലും ഞാൻ പോണ്ടി വരും. ശരിക്കും നല്ലൊരു ചെസ്റ്റ്നട്ട് ബ്രൗൺ ഹെയർ കളർ ചെയ്യാം, ഒരു ഹൈലൈറ്റിംഗ് ടെക്നിക്ക് ചെയ്യാം. ഇറ്റ്സ് ലുക്ക് ലൈക്ക് എ ബലയാജ്. അപ്പോൾ നമുക്ക് ബലയാജ് അതിന്റെ പ്രൊനൗൺസിയേഷൻ അതൊരു ഫ്രീ ഹാൻഡ് ടെക്നിക്കാണ്. നമ്മൾ ഹെയറിന്റെ മുകളിൽ ആ ഒരു ബലയാജ് ടെക്നിക്ക് ഉപയോഗിക്കുന്നുള്ളൂ. ബലയാജിൽ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്, പക്ഷെ ബലയാജ് പോലെ തോന്നിക്കുന്ന അതായത് കംപ്ലീറ്റ് ഹെയർ കളർ ചെയ്യണ്ട എന്നുള്ളത് കൊണ്ട് ആ ഒരു ലുക്ക് തോന്നുന്ന രീതിയിൽ നമുക്കൊരു ഹെയർ കളർ ചെയ്യാം. സെലക്ടഡ് കളർ അതൊരു ചെസ്റ്റ്നട്ട് ബ്രൗൺ പോലെ നമുക്ക് ചെയ്യാം. ഒരു ഫ്രഞ്ച് ടോൺ പോലെ വരും. അത് കൂൾ ബ്രൗൺ ആയിരിക്കും, ഭയങ്കര ഒബിയസ് ആയിരിക്കില്ല, വാംനെസ് ഉണ്ടായിരിക്കില്ല, റെഡ് ടിന്റ് ഉണ്ടായിരിക്കില്ല. ചില ബ്രൗൺ ഷെയ്ഡിൽ ഒരു റെഡ് ടിന്റ് വരും, അത് വേണ്ട. അതില്ലാത്ത ഒരു കൂൾ ബ്രൗൺ. ബൈ ദ വേ ചേട്ടന്റെ പേര് പറഞ്ഞില്ല, ഷമീം. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് എന്തൊക്കെ സംഭവിക്കുന്നു കണ്ടറിയാം. ശരിക്കും എനിക്ക് അതൊക്കെ ഇങ്ങനെ ഉന്തി വരുമ്പോ എന്തോ സർജറിക്ക് ഭയങ്കര പേടി. എനിക്ക് ഇതുവരെ സലൂണിൽ ഇങ്ങനെ ടെൻഷൻ. അയ്യോ, ഞാൻ ടെൻഷൻ എനിക്കോടെ ഇതിന്റെ കഴിഞ്ഞിട്ടുള്ള കോൺസിക്വൻസസ് ആലോചിച്ചിട്ട് അമ്മേനെയൊക്കെ ടെൻഷൻ. ഞാനിങ്ങനെ വെട്ടി നശിപ്പിക്കൊന്നുമില്ല, ഇതിന് മുന്നേ വെട്ടിയിട്ടുള്ള പോലെ തന്നെ ഞാൻ വെട്ടുന്നുള്ളൂ. ഞാൻ സത്യം മറ്റേ നായകനായകന്റെ സമയത്തൊക്കെ എനിക്ക് ചെറിയൊരു ലോങ് ലെയേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു, അങ്ങനെ നശിപ്പിക്കില്ല. പക്ഷെ ഹെയർ കളർ ആദ്യമായിട്ട് ചെയ്യുന്നുണ്ടോ അങ്ങനൊരു ടെൻഷൻ. ഒരു ഹലോ നമ്മുടെ ഒരു ഹെഡ് ഷേപ്പിന്റെ ലെങ്ത് നമ്മൾ ഹെയറിന്റെ ലെങ്ത് ആയിട്ട് കണക്കാക്കുന്നത് പുറകിലെ ഹെയർ ആണ്. അത് ഞാനിവിടെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൾമോസ്റ്റ് ഒരു നമ്മളെ ക്രൗണ് തൊട്ടിട്ട് താഴത്തോട്ട് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ നമ്മൾ ലെങ്ത് മാത്രം ഇയാൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ലെങ്ത് മാത്രം കുറയ്ക്കുന്നത്. നമ്മളിപ്പോൾ അതവിടെ സേവ് ചെയ്ത് വെച്ചതുകൊണ്ട് അധികം ലെങ്ത് പോയിട്ടില്ല, പക്ഷെ ഇവിടെയൊക്കെ നമുക്ക് ലെയർ കിട്ടി. ഇനിയിപ്പോ കളർ ചെയ്ത് പറയുന്നിരിക്കണ്ട. അപ്പൊ എനിക്ക് വിഷമോ. ഇപ്പൊ സമയം എത്രയും മുമ്പ് 2 മണി ആറായി. അപ്പൊ പിന്നെ എന്തെങ്കിലും കഴിച്ചിട്ട് ബാക്കി എന്ന് വിചാരിച്ചു. ഹെയർ കട്ട് കഴിഞ്ഞു. അപ്പൊ അത് കഴിഞ്ഞു. ഇനി ഹെയർ കളർ ചെയ്യാൻ പോകണം. അതിന് മുന്നേ ഞാൻ ഇതെന്ത് ഡെസേർട്ട് ഒന്നും കഴിച്ചോട്ടെ. അല്ല, എനിക്ക് ചേരുമെന്നുള്ളൊന്നും അറിയില്ല. ഏതാ? കാരണം ഞാൻ അത്യാവശ്യം ഫോളോ ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. ലോങ് ഹെയർ ആകുമ്പോൾ ഞാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കും. എന്താ ഇത്രയും നാളായിട്ട് കളർ ഇല്ലേ? ഞാൻ ഏതോ ഒരു എനിക്ക് തോന്നുന്നു ഒരു പോണ്ടിന്റെ അടുത്ത് ഒരു ഫോട്ടോഷൂട്ട് ചെയ്തില്ലേ, കുളത്തിൽ തന്നെ ഞാൻ മുക്കാൽ സമയം ഉണ്ടാകും. ഫുൾ ടൈം കുളത്തിലുണ്ട്. ഞാൻ ഇതേപോലെ ഈ ബ്രാസി കളർ ഞാൻ കണ്ടപ്പോ ആ ഒരു ഫോട്ടോയിൽ ഞാൻ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു കളർ ചെയ്തതാണ്. അല്ലല്ല, ചെമ്പിച്ചത് തല. ഇത് അലാപ്ലെക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. വേൾഡില് കളറിന് നമ്മൾ ചെയ്യുമ്പോൾ ഹെയർ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇതിന് കഴിഞ്ഞിട്ട് ഒരു പ്രോഡക്റ്റ് ഇല്ല. ഞാൻ ഇത്രയും നാളെ ഞാൻ കണ്ടിട്ടില്ല. ഇത് നമ്മൾ ആഡ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്.
തുടങ്ങാൻ പോകും. നീണ്ട കാലത്ത് സ്വപ്ന പൂവണിയുന്നു. പൂവായ ഓക്കെ ആണെങ്കിൽ ഞാൻ ഓടേണ്ടി വരും. ഞാൻ ഇതൊക്കെ വീഡിയോയിൽ കണ്ടിട്ടേ ഉള്ളൂ. ഞാൻ എന്റെ തലയിൽ ഈ അലൂമിനിയം ഫോയിൽ വെച്ച് ഇത് ചെയ്യുന്നു വിചാരിച്ചിട്ടേ ഇല്ല. ഹൈലൈറ്റിംഗ് ടെക്നിക്, പക്ഷെ നമുക്കതൊരു ബലയാജ് ലുക്ക് തോന്നിക്കണം. അതായത് ഇപ്പൊ ഇയാളുടെ എന്ന് വെച്ചാൽ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. അതേപോലെ കംപ്ലീറ്റ് റിവ്യൂ ആയിരുന്നു നമ്മൾ ചെയ്യുന്നില്ല, മാക്സിമം റിവ്യൂ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. പക്ഷെ നമുക്ക് അഴിച്ചിടുമ്പോഴും സ്റ്റൈലിംഗ് ചെയ്യുമ്പോഴൊക്കെ ഈ ഒരു ഫുൾ ആയിട്ടുള്ള ഒരു ഇത് വരും ചെയ്യും. ആ ഫുൾ ബ്ലീച്ച് ഇല്ലാത്ത കളർ. ഓക്കെ, ഇത് കുറെ പേർക്കുള്ള, എനിക്കും മനസ്സിലുള്ള ഡൗട്ടാണ്. അതായത് നമ്മൾ കളർ ചെയ്താൽ ഹെയർ ഭയങ്കരമായിട്ട് വീണ്ടും ഫ്രിസ് ആവും എന്നുള്ളൊരു സംഭവം, അത് ശരിയാണോ അതോ? അതായത് കളർ എന്നല്ല, ഏതൊരു ട്രീറ്റ്മെന്റ് ചെയ്താലും നമ്മുടെ ഹെയറിന്റെ സർഫേസ്, അതായത് നമ്മുടെ ഹെയറിന്റെ അതായത് ഏത് ട്രീറ്റ്മെന്റ് ചെയ്താലും കളർ ആയാലും സ്മൂത്തനിങ് ആയാലും ഈ ബൊട്ടോക്സ് എന്തൊക്കെ ആയാലും നമ്മൾ കെമിക്കലി ഒരു ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇല്ലാത്തൊരു സാധനം നമ്മൾ ആർട്ടിഫിഷ്യൽ സപ്പോർട്ട് തേടിയിട്ടാണ് ചെയ്യുന്നത്. അത് ഏത് ട്രീറ്റ്മെന്റ് ആയിക്കോട്ടെ, ആർട്ടിഫിഷ്യൽ ആയിട്ട് അതിന് നമ്മളൊരു കെമിക്കൽ ട്രീറ്റ് ചെയ്യുന്നില്ല നമ്മുടെ ഹെയർ. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ചെന്നൈയിൽ പോയിട്ട് എൻ്റെ ഹെയർ ഡാമേജ്ഡ് ആണ് എന്നുള്ളത്, അത് ഒരു ആർട്ടിഫിഷ്യലും ഇല്ലാതെയാണ് ഡാമേജ് ആയിരിക്കുന്നത്. അത് അവിടുത്തെ ക്ലൈമറ്റ് ആണ്, അതുപോലെ തന്നെയാണ് ഇവിടുത്തെ ക്ലൈമറ്റ്, ചെറിയ വ്യത്യാസം. പക്ഷെ ആ സമയത്ത് ഹെയർ ട്രീറ്റഡും കൂടി ആകുമ്പോൾ ഈ കൂടുതൽ ഈ ഡ്രൈനസ് വരാൻ കൂടുതലാണ്. അപ്പോൾ നമ്മൾ അതിനനുസരിച്ചുള്ള സപ്ലിമെന്റ്സ് എടുക്കാം. അത് ഷാമ്പു ആയാലും ഒരു മാസ്ക് ആയാലും എന്താണോ അതാത് സ്റ്റൈലിസ്റ്റ് പറയുന്നത് അത് അറ്റ്ലീസ്റ്റ് ഒരു 2 ബോട്ടിലെങ്കിലും. 2 ബോട്ടിൽ എന്ന് പറയുമ്പോൾ നോർമൽ ആയിട്ടുള്ള ലെങ്ത് ഉള്ള ഒരാൾക്ക് ഒരു 6 മന്ത്സ്, അല്ലാത്തൊരാൾക്ക് ഒരു 4 മന്ത്സ്. ഒരു 2 ബോട്ടിലെങ്കിലും ഹെയർ കളർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രൊട്ടക്ഷൻ അത് ചെയ്യാം. അത് കഴിയുമ്പോഴേക്കും നമ്മുടെ ഹെയർ വേറൊരു സ്റ്റേജിലേക്ക് വരും. കളേർഡ് ഹെയർ എന്നുള്ളതിന് ഇറ്റ് വാസ് എ കളേർഡ് ഹെയർ എന്നുള്ള സ്റ്റേജിലേക്ക് വരും. അപ്പോൾ അയാളുടെ അടുത്ത് തന്നെ പോയി കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള ഷാമ്പു അയാൾ പറഞ്ഞു. ഈ ഷാമ്പൂ എന്നുള്ളത് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. കുറേ ആൾക്കാർ അതൊരു എന്താ പറയുക സോപ്പ് പോലെ കരുതുന്ന സംഭവമാണെങ്കിൽ കൂടെ അതിൽ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ സെക്കൻഡ് ക്വസ്റ്റ്യൻ എൻ്റെ മനസ്സിലും എനിക്ക് തോന്നുന്നു കുറേ പേരുടെ മനസ്സിലുണ്ടാകുന്ന ഒരു ഇതാണ്. അതായത് ഇപ്പോൾ ഈ ഹെയർ കളറൊക്കെ കഷ്ടപ്പെട്ട് നമ്മൾ ചെയ്തിട്ട് പിന്നെ നമ്മൾ ഓയിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് കളർ ഫെയ്ഡ് ആവും, അല്ലെങ്കിൽ അതിന് ദോഷമാണോ? പക്ഷെ ഓയിൽ പലർക്കും എണ്ണ തേക്കാതിരിക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ട്, ഇങ്ങനെ തലയൊക്കെ ഒരുമാതിരി ആവും. അപ്പം എനിക്കും അങ്ങനെയാണ് കേട്ടോ, കുറേ കഴിഞ്ഞ് എണ്ണ തേക്കണം. അപ്പോൾ അതിനെ പറ്റി എന്താണ് ആക്ച്വൽ കാര്യമോ? ഞാനൊക്കെ ഓരോ കമ്പനി ട്രെയിനിങ് കഴിഞ്ഞിട്ട് വരുന്ന ആളാണ്, അല്ലാതെ ഈ ഫീൽഡിനെ പറ്റി നമുക്ക് പഠിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനത്തെ ഒരു കമ്പനി ഒരിക്കലും ഒരു ഓയിലിനെ അവരുടെ പ്രൊഡക്റ്റ് വിറ്റ് പോകേണ്ടതുകൊണ്ട് പ്രൊമോട്ട് ചെയ്യില്ല. പക്ഷെ ഓയിൽ ഇടുന്നതുകൊണ്ട് പ്രശ്നമില്ല. പക്ഷെ ഈ കരി ലീവ്സ് ഒക്കെ എടുത്തിട്ടുള്ള ഓയിൽ ഉണ്ടല്ലോ, ആയുർവേദിക് ഓയിൽ, അത് ഹെയറിന് ഒരു കളർ കോട്ടിങ് കൊടുക്കുന്ന ടൈപ്പ് ഓഫ് ഓയിലാണ്. ഈ ചിലർ ഈ ഓയിലിനകത്ത് മെഹന്തി ഇടും, ഇൻഡിഗോ ഇടും. അപ്പോൾ അതിലല്ലാത്ത ഓയിൽസ് കളറിങ് കഴിഞ്ഞാൽ ഉപയോഗിക്കാം. പക്ഷേ ഒരു തവണ മാത്രം ഷാമ്പു ചെയ്താൽ പോകാവുന്ന എണ്ണയെ ഇടാവും. അതായത് ഓവർ ഷാമ്പൂയിങ്ങും നല്ലതല്ല. ഓയിലിടും കുറെ പേര്, നന്നായിട്ട് ഓയിലിടും. എന്നിട്ട് ആ ഓയിൽ പോകാൻ വേണ്ടി 2 പ്രാവശ്യം ഷാമ്പൂ ചെയ്യും. 2 കൂടുതൽ ചെയ്യുന്നവരുണ്ട് അല്ലേ? അപ്പൊ അതൊരിക്കലും അപ്പൊ ഡീപ് ക്ലെൻസ് ആയി പോകും കളറും. എപ്പോഴെങ്കിലും ഒക്കെ ഒരു പ്രശ്നമില്ല. ഇങ്ങനത്തെ ഇൻഡിഗോ മെഹന്തി കണ്ടന്റ് ഉള്ളത് തേക്കണ്ടാന്നല്ലേ? വീക്ക്ലി വൺസ് ഒക്കെ ഓയിൽ ചെയ്താൽ നോ പ്രോബ്ലം. നാളെ പോയി ഓയിലിട്ട് കുളിച്ചിട്ട് പ്രശ്നമൊന്നുമില്ല. പക്ഷെ വൺ ടൈം അതും കുറച്ച് ഓവർ ഇങ്ങനെ കൊടുത്താലും ഹെയറിനെക്കാട്ടിലും ഇമ്പോർട്ടന്റ് ഓയിൽ സ്കാൽപ്പിലാണ്. സ്കാൽപ്പിൽ കൂടുതൽ ഇട്ടാൽ മതി. ഓക്കെ, ഇങ്ങനെ ഞാൻ ഹെയർ കളർ ഇപ്പൊ ഒന്നും കാണാൻ പറ്റുന്നില്ല. അപ്പൊ ആദ്യം അടിച്ചത് ഇപ്പൊ വാഷ് ചെയ്ത് കളഞ്ഞു. ഇനി കുറച്ചു നേരം കൂടി വെയിറ്റ് ചെയ്യാം. പ്രശ്നമുണ്ടോ?
ഇഷ്ടപ്പെട്ടു, അമ്മയ്ക്ക് ഇഷ്ടപ്പെടാം. എനിക്കിഷ്ടപ്പെട്ടു, എനിക്കെല്ലാം ഇഷ്ടപ്പെട്ടു. അമ്മയ്ക്ക് ഇഷ്ടം. അമ്മേ അമ്മേ എന്നിട്ട് ഒന്ന് സ്റ്റൈൽ ചെയ്തിട്ടുണ്ട് ശരീരത്തിൽ. എനിക്കെല്ലാം ഇഷ്ടപ്പെട്ടു. ഇനി അമ്മയ്ക്ക് എന്താണ് തോന്നുന്നത് വീട്ടിൽ പോയിട്ട് നോക്കണം. അതെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറയണം. വീട്ടിൽ പോയിട്ടുള്ള നമ്മുടെ റിയാക്ഷൻ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ഹെയർ കളറിങ്, ഹെയർ കട്ടൊക്കെ കഴിഞ്ഞു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സോ ഓൾ ക്രെഡിറ്റ് ഗോസ് ടു ഷമീം ചേട്ടൻ. ഇപ്പോൾ താങ്ക് യു. ഞാനെല്ലാം കൂടെ താങ്ക് യു പറയുന്നു. ഹെയർ ഓക്കെ. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച്. ആൻഡ് ഇത്ര നേരം കട്ടയ്ക്ക് സപ്പോർട്ട് ആയി നിന്ന് നമ്മുടെ സിജു ചേട്ടനും ഇപ്പൊ നിന്ന് ചേച്ചിക്കും താങ്ക് യു. ഓക്കെ, ബൈ. അപ്പൊ ഞാൻ തിരിച്ച് ഫ്ലാറ്റിലെത്തി. നമ്മളെയോരും കാത്തിരുന്ന സുപ്രധാന നിമിഷത്തിലേക്ക് കിടക്കാൻ പോവുകയാണ്. എന്റെ അമ്മയുടെ സാക്ഷി നിങ്ങൾ സത്യസന്ധമായിട്ട് പറയാം. അങ്ങനെ ടൂ മച്ച് ഒന്നും ഇല്ലല്ലോ. ഒരു എന്താ പറയാ ആവശ്യത്തിന് അല്ലേ കളർ ചെയ്തതെന്നല്ല, എനിക്ക് സമാധാനമായി. എന്നാൽ അങ്ങനെ ഭയങ്കര കളറും അല്ല. ഞാനിവിടെ എത്തി. അമ്മയുടെ ഇന്നത്തെ ഈ മൊത്തം വ്ളോഗിൽ ഞാൻ കുറച്ച് ഓവറായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് വെറും എൻ്റെ എക്സൈറ്റ്മെൻ്റ് ആണ്. ആദ്യമായിട്ട് ഹെയർ കളർ ചെയ്തതിൻ്റെ എക്സൈറ്റ്മെൻറ്റ്. ഇപ്പോൾ ഒന്ന് ക്ഷമിക്കണം കേട്ടോ. എന്താണ്, എങ്ങനെയുണ്ട്? ഇതിപ്പോ നീളം കുറഞ്ഞിട്ടൊന്നുമില്ല, അത് മറ്റേ കേൾ ചെയ്തോണ്ട്. എങ്ങനെയുണ്ട്? ഏത് എങ്ങനെയുണ്ടാ? അങ്ങനെ ഭയങ്കര കളറൊന്നും അടിച്ചിട്ടില്ലല്ലോ. എനിക്കിഷ്ടം നോർമൽ ഹെയർ ആണ്. എന്നാലും കുഴപ്പമില്ലല്ലോ. നീളം അങ്ങനെ കുറച്ചിട്ടില്ലല്ലോ. പറ അമ്മ. പോലെ പറയൂ. അല്ലേ അമ്മ വിചാരിച്ചത്ര ഒന്നും ആയിട്ടില്ലല്ലോ. ഇല്ലല്ലോ, വൃത്തിയില്ലേ? പിന്നെ കളർ ചെയ്തത് ഇഷ്ടമല്ലാത്തോണ്ട് വൃത്തി എന്ന് പറയാൻ വയ്യ. പക്ഷെ അത് അമ്മക്ക് അമ്മയുടെ ഉള്ളില് ആ ഈ കളറിനെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതിന്റെ അല്ലേ? അല്ലേ? അല്ലാണ്ട് എനിക്ക് ബോറില്ലല്ലോ. ഞാൻ ഇവിടെ ആദ്യം പറഞ്ഞില്ലേ അങ്ങനെ ചെയ്യില്ല എന്നുള്ള ഭയങ്കര ഒബ്വിയസ് കളർ. കാരണം നാടനും ചേരുന്നതേ ചെയ്യുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. ഇതിപ്പോ ഏഴെടുത്ത് മടഞ്ഞാലും പിന്നെ അങ്ങനെ ലെങ്ത്തും ഞാൻ കുറച്ചിട്ടില്ല. ആ അടിയത്തെ ആ ചൂല് പോലുള്ള സാധനം മാത്രമേ ഞാൻ വെട്ടിക്കളഞ്ഞിട്ടുള്ളൂ. എന്നിട്ട് തന്നെ ഞാൻ അധികം വെട്ടാൻ സമ്മതിച്ചിട്ടില്ല. ഇതിപ്പോ കേൾ ചെയ്തോണ്ടാ ഇത്ര കിടക്കണം. ഇതിനി കേളല്ലെങ്കിൽ ഇത് എത്ര കിടക്കും? ഇവിടെ ഉണ്ടായിരുന്നത് ഇത് എവിടെ വരെ ആക്കി. കുഴപ്പമില്ലല്ലോ. അപ്പൊ അമ്മ അപ്രൂവ്ഡ്. ഹൈഫൈ ഹൈഫൈ ഹൈഫൈ. എന്താണ് ഇപ്പൊ പറഞ്ഞ? അപ്പ പറഞ്ഞില്ല, വീഡിയോ എടുത്തപ്പോ പറഞ്ഞില്ല, അപ്പൊ പറയുന്നത് നിനക്ക് ചേരായി ഒന്നുമില്ല. പക്ഷെ നിന്റെ സംസാരത്തിനും ഇതിനൊക്കെ നോർമൽ ഹെയർ ആണ്. ഈ വർത്തമാനം പറയുക അങ്ങനത്തെ നീട്ടിയുള്ള വർത്തമാനല്ലേ? നീട്ടിയുള്ള വർത്തമാനത്തിൽ ഹെയർ കറുപ്പ പാടുള്ളമ്മ. ഉള്ള തട്ടി പറ. നമ്മുടെ ഈ ഹെയർ കളർ മാറ്റി പറഞ്ഞ പ്രശ്നമൊന്നുമില്ലല്ലോ, ചേരുന്നില്ലേ?
ചേർച്ച് മതി മതി മതി, അത് കേട്ടാ മതി എനിക്ക്, അത് മതി, അത് മിന്നിൽ മിണ്ടരുത്. അപ്പോൾ എല്ലാം ഹാപ്പി എൻഡിങ്. ഞാൻ ഇപ്പുറത്ത് വീം ചേച്ചി ബാലമാമൻ്റെ ഞങ്ങളുടെ കസിൻ്റെ ഫ്ലാറ്റുണ്ട്, അപ്പോൾ അവിടെയൊക്കെ പോയി കുറച്ചൊരു ചില്ല് ചെയ്തിട്ട് ഞങ്ങൾ തിരിച്ചു വന്നിരിക്കുന്നു. അപ്പോൾ എല്ലാം ഹാപ്പി എൻഡിങ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇനി അടുത്ത വ്ളോഗുമായി എന്നൊന്നും ഞാൻ പറയുന്നില്ല, എന്നാലും തേസേട്ടൻ ഉടനെ വരും. അപ്പം നമുക്ക് പിന്നെ അടിച്ച് പൊളിക്കാമല്ലോ. അപ്പോൾ അതുവരെ നിങ്ങളൊന്ന് ക്ഷമിക്കണം. സോ അപ്പം ഇനി നമുക്ക് അടുത്ത വീഡിയോ കാണാം. കുറേ ആയിട്ട് പറയുന്നില്ല, അപ്പോൾ ഒന്നുമില്ല. അപ്പോൾ ഓക്കെ, ശരി, ടാറ്റ, ബൈ 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 ബൈ.